ആലത്തൂർ ബോധിയിൽ നാഷണൽ വെൽനസ് മാസാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ചർച്ചയും സംവാദവും ക്ലാസും സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് മാസം നാഷണൽ വെൽനസ് മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വെൽനസിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയ്ക്കൊപ്പം മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ യോഗയ്ക്കുള്ള സാധ്യതകളും വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്തു. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം ഒരുപോലെ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും ക്ലാസിൽ വിശദീകരിച്ചു. നെന്മാറ നേതാജി കോളേജിലെ MSW, BSW, BSc സൈക്കോളജി വിഭാഗങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ആരോഗ്യവും മാനസിക ക്ഷേമവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ സംവാദം നടത്തുകയും ചെയ്തു. ബോധി ഡയറക്ടർ S. കൃഷ്ണകുമാർ ക്ലാസ് എടുത്തു. അൺമെറ്റ് നീഡ്സ് ഉണ്ടെങ്കിൽ, ഡിസയേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് അഗെയിൻ ദ മൈൻഡ് കംസ്. ഭാവിയെ ചിന്തിക്കുമ്പോൾ മനസ്സിലാണ് വരുന്നത്. That means you are losing the very present moment. അപ്പോൾ നമ്മളുടെ ഒരു ആസ് എ ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് വർത്തമാനകാലത്തിൽ ബോധപൂർവം ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഒരു ഇമോഷണൽ വെൽബീയിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളത്. അവിടെയാണ് യോഗശാസ്ത്രത്തിൻ്റെ പ്രസക്തി. യോഗയുടെ ശാസ്ത്രത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ചിത്തവൃത്തി നിരോധം എന്ന് പറയും. ചിത്തവൃത്തി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഫ്ലക്ച്വേഷൻസ്, ദാറ്റ് മീൻസ് ഇമോഷണൽ സൈക്കിൾസ്. ആ സൈക്കിൾസിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഒരു യോഗശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. അതുകൊണ്ടാണ് പറഞ്ഞത് മോഡേൺ സയൻസ് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്ന ഒരു പുതിയ ശാസ്ത്രശാഖ രൂപപ്പെടുത്തിയ സമയത്ത് മേ ബി 2500 വർഷം അല്ലെങ്കിൽ 3000 വർഷങ്ങൾക്ക് മുമ്പ് ആൾറെഡി യോഗശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചിത്തവൃത്തി നിരോധിക്കുക. അത് നിരോധിക്കുക മീൻസ് അത് ഇല്ലായ്മ ചെയ്യുക. വെൽനസ് എന്നത് രോഗങ്ങളില്ലാത്ത അവസ്ഥ മാത്രമല്ലെന്നും ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമം ഉറപ്പാക്കുന്ന ജീവിതശൈലിയാണെന്നും അദ്ദേഹം ക്ലാസ്സിലൂടെ വിശദീകരിച്ചു. സൈക്കോളജിസ്റ്റ് സൗമ്യയും വിദ്യാർത്ഥികളുമായി സംവദിച്ചു. യോഗയിലൂടെ സമ്മർദ്ദം കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയുന്ന സാധ്യതകളും ഇരുവരും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. യുവതലമുറയിൽ ആരോഗ്യകരമായ ജീവിതശൈലിയെക്കുറിച്ചും മാനസിക ക്ഷേമത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനുള്ള വേദിയായി പരിപാടി മാറി. UTV ന്യൂസ്, പാലക്കാട്.